ഷാപ്പ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് അയിലക്കറിയാണ്. അയില മാങ്ങയിട്ട് തേങ്ങ അരക്കാതെ മാങ്ങയിട്ട് വെക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, മാങ്ങ, ഇത് നമ്മുടെ ചട്ടരടി. നമ്മൾ കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടി വരുന്നു. കൂട്ടത്തിൽ പൊട്ടി വരുന്ന ഇടത്തിലധികം ഉലുവ ഇടുന്നുണ്ട്. അത് പൊട്ടി കഴുകിക്കൊണ്ടിരിക്കണം. പെട്ടെന്ന് ഉലുവ ഇട്ട് കൊടുത്താൽ അതുപോലെ പെട്ടെന്ന് പൊട്ടിക്കോളും. അപ്പോൾ ഇത്തിരി കൊടുക്കാം. നമ്മുടെ മീൻ അതിലേക്ക് കുടമ്പിലിട്ട് വറ്റിക്കുന്ന പോലെ, മുളകിട്ട് വറ്റിക്കുന്ന പോലെ തേങ്ങ അരച്ച് വെക്കാതെ ഉള്ളൊരു കറിയാണ്. ഇത് മാങ്ങയാണ് ഇടുന്നത്. കുടമ്പിളിക്ക് പകരം മാങ്ങയാണ്. ഇത് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് മിക്സ് ചെയ്യണം. ഇത്തിരി ചതച്ച മുളക് തരി ഇട്ടിട്ടുണ്ട് കേട്ടോ. വെള്ളം ഒഴിച്ച് വൃത്തിയാക്കണം. പച്ചപ്പൊന്ന് മാറിക്കണം. പൊടിയിലേക്ക് ഇത്തിരി കൂടി വെള്ളം ഒഴിക്കുക. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചാൽ മാങ്ങ വേകാൻ വേണ്ടി ഇടുക. ഓക്കെ, മീനിപ്പോൾ ഇടണ്ട. മാങ്ങ ഒന്ന് വെന്ത് കിട്ടട്ടെ. അടച്ചു വെക്കാം. നമുക്ക് തീരെ കൂട്ടിയിട്ട് കൊടുത്താൽ കേട്ടോ, പെട്ടെന്ന് വെന്ത് കിട്ടട്ടെ. അത് പകുതി വേവായിട്ടുണ്ട്. നമുക്ക് അയില അങ്ങോട്ട് കൊടുക്കാം. എടുത്ത് വെച്ചാൽ അയില ഒരു എണ്ണ ഇട്ട് കൊടുത്ത് വെള്ളം പോരാ, വെള്ളത്തിന് ഒഴിച്ച് കൊടുക്കട്ടെ. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് മൂടി വെക്കാം. തീ ഇത്തിരി കൂട്ടിയിടാം. തിളച്ച് കഴിയുമ്പോൾ ഇത്തിരി തീ കുറക്കാം. നമുക്ക് തുറന്ന് നോക്കാം. ഓക്കെ, അടിപൊളി, സൂപ്പർ. വറ്റിയിട്ടൊന്ന് മറച്ചിട്ട് കൊടുത്തേക്കാം. മറച്ചിടേണ്ട കാര്യമില്ല, കാരണം വെള്ളത്തിൽ കിടന്നല്ലേ വെന്തേക്കണം. മറിച്ച് കഴിഞ്ഞാൽ ഉടഞ്ഞു പോകും. അപ്പോൾ ഇന്നത്തെ കറി നമ്മുടെ അയില മാങ്ങയിട്ട് മുളക് കറി വെച്ചാണ് കേട്ടോ. കുടംപുളിയിട്ട് വറ്റിച്ചെന്ന് പറഞ്ഞാൽ മാങ്ങയിട്ട് വറ്റിച്ചത്. ഇതാണ് ഇന്നത്തെ കറി. നോക്കട്ടെ ടേസ്റ്റ് ഉണ്ടെന്ന് നോക്കട്ടെ. എരിവ് ഉണ്ട്. ഇത്തിരി എരിവ് കൂടുതലാണ്. കുഴപ്പമില്ല, എരിവ് വേണം ഇനി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. വെളിച്ചെണ്ണ ഒഴിക്കുക, കടുകിടുക. കടുക് പൊട്ടിക്കുമ്പോൾ ഇത്തിരി ഉലുവ ഇടുക. അത് കഴിഞ്ഞ് ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി ആയിട്ട് മൂപ്പിച്ചെടുക്കുക. വാടി വരുമ്പോൾ മുളക് പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടാൻ പാടില്ല, അല്ലെങ്കിൽ മഞ്ഞ കളറായി പോകും. പിന്നെ ചതച്ചോളം ഞാൻ അഡീഷണൽ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ വെള്ളം ഒഴിക്കുക. അതിൻ്റെ ഇടയ്ക്കൊന്ന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ആവശ്യത്തിന്. ഇപ്പം ഞാനിട്ട് ഉപ്പ് കറക്റ്റാണ്, കുഴപ്പമില്ല. അപ്പോൾ നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കറി. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ.